അപ്പോൾ എല്ലാവർക്കും സി ഫോർ ക്ലാരിറ്റി എന്നതിൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് സംഖ്യകളുടെ വർഗ്ഗം എങ്ങനെയാണ് എളുപ്പത്തിൽ കാണാൻ പറ്റുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ രണ്ട് സംഖ്യകളുടെ വർഗ്ഗം എങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് 12 സ്ക്വയർ കാണാൻ 1ന്റെ സ്ക്വയർ കാണാൻ 1, 2ന്റെ സ്ക്വയർ എത്രയാണ് 4. ഇനി 1 × 2 × 2 12ലെ 1 × 2 പിന്നെ ഈ സ്ക്വയറിനും കൂടി മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എത്ര ഒരു 4. അത് നടുക്കിൽ എഴുതി കഴിഞ്ഞാൽ എന്തായി 144. ഇനിയിപ്പോൾ 21 സ്ക്വയർ ഇതേ രീതിയിൽ കാണാം. 2 സ്ക്വയർ 4, 2 × 1 × 2 4, 1 സ്ക്വയർ 1. അല്ലെങ്കിൽ വേറൊരു രീതിയിലും കൂടി നമുക്ക് പറയാം. 12 സ്ക്വയർ ആയിട്ടുള്ള 144 തിരിച്ചിട്ടുള്ളതാണ് എന്ത് 21 സ്ക്വയർ. 12 തിരിച്ചിട്ടാൽ എന്തായി 21ആയി. 21 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 144 തിരിച്ചെഴുതുക. ഓക്കെ, 144 തിരിച്ചെഴുതുക. അപ്പോൾ എത്ര വരും 541. ഇനി ഇതേ രീതിയിൽ 34ന്റെ സ്ക്വയർ നമുക്ക് കാണാം. 34ന്റെ സ്ക്വയർ ഇതേപോലെ 3 സ്ക്വയർ 9 ആണ്. 3 × 4 × 2 3 × 4 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 12 × 2 24. ഇപ്പോൾ 2 ബാക്കി വന്നു. 4 സ്ക്വയർ 16, 6 ബാക്കി 6 ബാക്കി വന്നു. അപ്പോൾ 9 2 11, 4 1 5, പിന്നെ ഈ 6 11 56. ഒന്നുകൂടെ പറയാം. ഏത് സംഖ്യയുടെയും സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് ആ സംഖ്യേനെ 12 സ്ക്വയർ ഒന്നുകൂടെ പറയാം. അതിനെ 3 ഘടകങ്ങളായി തിരിക്കും. ആദ്യം 1 സ്ക്വയർ, അപ്പം എന്താ 1 × 2 × ഈ 2 ചെയ്യുക. ഇപ്പം 4, പിന്നെ 2 സ്ക്വയർ 144. ഓക്കെ, ഇപ്പോൾ 34 ഓർത്ത് വയ്ക്കാൻ 34 സ്ക്വയർ ഓർത്ത് വയ്ക്കാൻ വേറൊരു എളുപ്പവഴി കൂടിയുണ്ട്. 3 4 സമം 5 6 ഇതുപോലെ എഴുതും. ഓക്കെ, അപ്പോൾ 3ഉം 4ഉം 5ഉം 6ഉം അയൽക്കാരാണ്. അപ്പോൾ ഇവർക്കിടയിൽ ഒരു അതിർത്തി തർക്കം വന്നപ്പോൾ അവര് എന്ത് ചെയ്തു, വേലി കെട്ടി. വേലി കെട്ടാൻ വേണ്ടി 2 കമ്പുകൾ കൊണ്ടുവന്ന് വെച്ചു. 2 കമ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 എന്ന സംഖ്യക്ക് തുല്യം. 34 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 56. 34 സ്ക്വയർ നമ്മളിപ്പോൾ ചെയ്ത രീതിയിലും ചെയ്യാൻ പറ്റും. 3 സ്ക്വയർ ആദ്യം കാണാം, പിന്നെ 3 × 4 × 2 അത് കാണാം, പിന്നെ 4 സ്ക്വയർ. അപ്പോൾ 3 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9, 3 × 4 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 ആണ്. അപ്പോൾ 4 ബാക്കി ക്യാരി ചെയ്യുന്നത് 2. പിന്നെ 4 സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്. 6 ബാക്കി ക്യാരി ചെയ്യുന്നത്. അപ്പോൾ എഴുതുമ്പോൾ 9ഉം 2ഉം 11, 4 1 5, പിന്നെ ബാക്കി നിൽക്കുന്ന എന്താണ് 6. ഇതുപോലെ ഒട്ടുമിക്ക സംഖ്യകളുടെയും സ്ക്വയർ എളുപ്പത്തിൽ നമുക്ക് കാണാൻ പറ്റും. വേറൊരു മാത്സിൻ്റെ ഷോർട്ട് കട്ടായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതെല്ലാവരും കാണാൻ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ.